യമുന വന്നില്ലേ അമ്മേ? എന്താ അമ്മേ, അവളെവിടെ? ഞാൻ ഒരുപാട് വിളിച്ചു, പക്ഷേ അവൾ വന്നില്ല മോളെ. അവൾക്ക് എന്നോടുള്ള ദേഷ്യം തീർന്നില്ലേ അമ്മേ? ദേഷ്യം കൊണ്ടൊന്നുമല്ല, ചേച്ചിയെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാ അല്ലേ അമ്മേ? അതെ അതെ, അതുകൊണ്ടാ. എന്തൊരു പാവം അമ്മ അവള്. എന്നെ ഫേസ് ചെയ്യാൻ എന്താ അവൾക്ക് പ്രയാസം? അവളല്ലല്ലോ, ഞാനല്ലേ ബുദ്ധിമോശം കാണിച്ചത്, എല്ലാവർക്കും നാണക്കേട് വരുത്തി വെച്ചത്. അമ്മ എന്തിനാ കരയുന്നേ? ഒന്നുമില്ല മോളെ. അല്ലെങ്കിൽ എന്തൊരു വിട്ടി ചോദ്യം ഞാൻ ചോദിച്ചത്. എല്ലാവരെയും കഷ്ടപ്പെടുത്തിയിട്ട് അപമാനിച്ചിട്ട് കരയിച്ചിട്ട് എന്തിനാ കരയുന്നതെന്ന്. ഇങ്ങനെയൊന്നും പറയല്ലേ മോളെ. മോളെ ആരെയും അപമാനിച്ചിട്ടില്ല. മോളെ തിരിച്ചു കിട്ടിയല്ലോ, ആ സന്തോഷത്തിലെല്ലാവരും. യമുനെ സന്തോഷത്തിലാണോ? അമ്മ അവളെ വഴക്കെന്തേലും പറഞ്ഞോ? പറഞ്ഞു കാണും. ഇല്ല മോളെ, ഞാനൊന്നും പറഞ്ഞില്ല. എനിക്ക് വിശ്വാസമില്ല. എല്ലാവരും കൂടി അവളെ ഒരുപാട് കുറ്റപ്പെടുത്തി കാണും. ഇല്ല ബാബു? ഇല്ല ചേച്ചി, ആരെയും ഉന്നയിച്ച് കുറ്റപ്പെടുത്തിയിട്ടില്ല. ഞാൻ അവളോട് ഒന്നും മിണ്ടിയതേ ഇല്ല. കണ്ടോ, ഒന്നും മിണ്ടാതിരുന്ന അവൾക്ക് കൂടുതൽ വിഷമാവില്ലേ? അവളെ ഒറ്റപ്പെടുത്തിയെന്ന് തോന്നില്ലേ? അവളുടെ പ്രകൃതി അമ്മയ്ക്ക് ശരിക്കും അറിയാവുന്നതല്ലേ? ആരും സ്നേഹിക്കാനില്ലെന്ന് തോന്നിയ ചിലപ്പോ വാശി പിടിച്ച് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയി കളയും. എന്താ അമ്മേ, ഞാനിങ്ങനെ വെറുതെ പറഞ്ഞപ്പോ തന്നെ അമ്മ പേടിച്ചു അല്ലേ? അതാ പറഞ്ഞത്, അവളോട് പിണങ്ങി മിണ്ടാതിരിക്കരുത്, മനസ്സ് തുറന്ന് സംസാരിക്കണം. ബാബു, ഈ ചേച്ചിക്ക് അവളോട് പരിഭവമൊന്നുമില്ലാന്ന് പറയണം. പറ്റുമെങ്കിൽ ഇനി വരുമ്പോ കൂട്ടിക്കൊണ്ട് വരികയും വേണം, കേട്ടോ നീ? ശരി ചേച്ചി. തെറ്റു പറ്റാത്തത് ആർക്കമ്മേ? മനസ്സിന്റെ ശക്തി ഇല്ലാതാവുമ്പോ നമ്മളാകെ തളർന്നു പോവും. ആ സമയത്ത് കൂടെ നിന്ന് ധൈര്യം കൊടുക്കുക വേണ്ടത്. പാവം അമ്മ അവള്. എത്ര പിണക്കം ഭാവിച്ചാലും ഉള്ളിൽ എന്നോട് സ്നേഹം ഉണ്ടാവും, എനിക്ക് ഉറപ്പാ. വീട്ടിൽ ചെല്ലട്ടെ, ഞാൻ അവളുടെ പിണക്കം ഒക്കെ മാറ്റിയെടുക്കും. എന്നിട്ട് ഞങ്ങൾ പണ്ടത്തെ പോലെ ഫ്രണ്ട്സ് ആവും. അമ്മ കണ്ടോ? എന്താ ദേവ? സുമിത്രയൊന്ന് കാണണമായിരുന്നു. ദേവൻ സുമിത്രയെ കണ്ടതാണല്ലോ. എനിക്കല്ല കാണേണ്ടത്, പിന്നെ പ്രസാദിന്. അതിന്റെ ആവശ്യമില്ല. അങ്ങനെ പറയരുത് സാർ. കാര്യങ്ങൾ എല്ലാവരുടെയും നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയി. ദുരന്തങ്ങൾ ഒരുപാടായിന്ന് കരുതി ബന്ധങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ചു പോകാൻ നമുക്ക് കഴിയൂ സാർ. ബന്ധങ്ങളെ ശങ്കർജി ഒരിക്കലും വഴിയിൽ ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷെ അവ ബന്ധങ്ങളായിരിക്കണം, അല്ലാതെ വസ്ത്രം മാറുന്നത് പോലെ ബന്ധങ്ങളെ കാണുന്നവർ എന്റെ നോട്ടത്തിൽ മനുഷ്യരല്ല, മൃഗങ്ങളുമല്ല, അതിലും താഴെ എന്തോ ആണ്. സാറിന്റെ മനസ്സിലെ പ്രയാസം എനിക്കറിയാം. ഇല്ല ദേവ, എന്റെ മനസ്സിലെ പ്രയാസത്തിന്റെ ഒരു അംശം പോലും നിങ്ങൾക്കറിയില്ല. അറിയാമായിരുന്നെങ്കിൽ ഈ രംഗം നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുമായിരുന്നില്ല, ഈ വൃത്തികെട്ട രംഗം. സാർ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരു സീൻ ഉണ്ടാക്കാനല്ല ഞാൻ വന്നത്. സുമിത്രയുടെ ജീവിതത്തിലുണ്ടായ നിർഭാഗ്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനാകുമെന്ന് പരീക്ഷിക്കാനാണ്. പരീക്ഷണം? ഇതുവരെ ഉണ്ടായ പരീക്ഷണങ്ങളൊന്നും പോരാഞ്ഞിട്ട് ഇനിയും പരീക്ഷണം അല്ലേ? ദേവൻ, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല.
എത്രയും വേഗം നിങ്ങൾ ഇവിടെ നിന്ന് പോയി തന്നാൽ ഉപകാരമായിരിക്കും. അങ്ങനെ പറയരുത് സർ. മനുഷ്യനൊന്നും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. തെറ്റുകൾ വരുത്തിയിരിക്കാം. പക്ഷെ ആ തെറ്റുകൾ തിരുത്താൻ തയ്യാറായാൽ, പശ്ചാത്തപിച്ചാൽ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. പ്രസാദ് ഇന്ന് മാറിയൊരു മനുഷ്യനാണ്. കറകൾ കഴുകിക്കളഞ്ഞ് ഈ മനസ്സിപ്പോ ശുദ്ധമാണ്. കൊള്ളാം. ഇത് ദേവന്റെ പുതിയൊരു മുഖമാണല്ലോ. കൂട്ടുകാരന് വേണ്ടി ശക്തമായി വാദിക്കുന്നുണ്ടല്ലോ. നല്ല കാര്യം. ഇങ്ങനെ വേണം. വക്കീലന്മാർ ദൈവത്തിനു വേണ്ടിയും ചെകുത്താനു വേണ്ടിയും വാദിക്കും. രണ്ടും തുല്യം. ലക്ഷ്യം ഒന്നു മാത്രം, തന്റെ കക്ഷി ജയിക്കണം. ചെകുത്താൻ്റെ ഒരു നല്ല മാറ്റം ഉണ്ടായാൽ, ചെകുത്താൻ ദൈവത്തിനോട് അടുക്കാൻ ആശിച്ചാൽ അത് കണ്ടില്ലെന്ന് നടിക്കണോ സർ? ഇയാൾക്കാണോ നല്ല മാറ്റം? ഇയാളാണോ ദൈവത്തോട് അടുക്കാൻ മോഹിക്കുന്നത്? ഫലിതം നന്നായി ദേവ. എടോ, ഇരുട്ടത്ത് പതിയിരുന്ന് ഇയാൾ എന്നെ ആക്രമിച്ചാൽ അത് ഞാൻ സഹിക്കുമായിരുന്നു. പക്ഷേ അതിലും വലിയ ക്രൂരതയാണ് എന്നോട് കാട്ടിയത്. ഒരച്ഛനും പൊറുക്കാൻ പറ്റാത്ത ക്രൂരത. പൊറുക്കില്ലടോ ഞാൻ. എന്റെ കുട്ടിയെ മരണത്തിന്റെ വക്കോളം എത്തിച്ച ഇയാൾ ഒരു കാലത്തും രക്ഷപ്പെടില്ല. നെഞ്ചുരുകിയ ഞാൻ പറയുന്നത്. അരുത് സർ. പ്രസാദിനെ ഇനി ശപിക്കരുത്. ആരുടെയൊക്കെയോ ശാപങ്ങളുടെ ഫലം പ്രസാദിന് ഇതിനകം കിട്ടിക്കഴിഞ്ഞു. അത് സാറിന് ഇനി മനസ്സിലായില്ലേ? ഇയാൾക്ക് എന്ത് സംഭവിച്ചെന്ന പശ്ചാത്താപം? 4 പേരുടെ മുമ്പിൽ ഒരു പശ്ചാത്താപ നാടകം അഭിനയിച്ചാൽ കുറ്റവാളിക്ക് പുണ്യവാളനാകാം. പക്ഷേ ഇയാൾ മൂലം തകർന്ന എന്റെ സുമിത്രയുടെ ജീവിതമോ, ഇയാൾ കാരണം വീട് വിട്ടുപോയ എന്റെ യമുനയുടെ ജീവിതമോ, ഇതൊക്കെ പഴയതുപോലെ അവർക്ക് തിരിച്ചു കിട്ടുമോ? ഇത്രയും ജീവിതങ്ങൾ നശിപ്പിച്ചിട്ട് എത്ര നിസ്സംഗനായി ജേതാവായി നിൽക്കുന്നു. ഇത് കാണിക്കാനാണോ ദേവൻ ഇയാളെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നത്? അതെ സർ. പ്രസാദിന്റെ ഇപ്പോഴത്തെ അവസ്ഥ സാറിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നത്. സുമിത്രയെ വേണ്ടെന്ന് വെച്ച ആ പ്രസാദ് അല്ല സാർ ഈ നിൽക്കുന്നത്. വെറുമൊരു പാവയാണ്. നമ്മൾ പറഞ്ഞതൊന്നും പ്രസാദ് കേട്ടിട്ടില്ല. പ്രസാദിനൊന്നും പറയാനും കഴിയില്ല. ജയിലിൽ നിന്ന് വന്ന ശേഷം കുറച്ച് ദിവസങ്ങളായി ഇതാണ് അവസ്ഥ. ഞാനിത് വിശ്വസിക്കുമെന്ന് ദേവൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? എങ്കിലത് വേണ്ട. ജീവിതത്തിൽ കുറെ അഭിനയിച്ചതല്ലേ ഇയാള്. കുറെ നാൾ മാന്യനായി അഭിനയിച്ചു, ഉത്തരവാദിത്ത ബോധമുള്ള ഉദ്യോഗസ്ഥനായി അഭിനയിച്ചു. ഇതും അതിന്റെ തുടർച്ച. അങ്ങനെ പറയരുത് സാർ. പ്രസാദിന് സത്യമായും ദേവ, മൂകനായോ ബധിരനായോ ഏത് വേഷം അഭിനയിച്ചാലും ഇയാൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അടഞ്ഞ അധ്യായമാണ്. എനിക്ക് മാത്രമല്ല, സുമിത്രയ്ക്കും. അവൾ ഇയാളെ മറക്കാൻ ശ്രമിക്കുകയാണ്. യമുനെ കാണാതായത് അവൾ അറിഞ്ഞിട്ടില്ല. അതുകൂടി അറിഞ്ഞാൽ പിന്നെ എന്താവും അവളുടെ പ്രതികരണമെന്ന് ആർക്കും പറയാനൊക്കില്ല. അതുകൊണ്ട് ഈ നടനെയും കൊണ്ട് വേഗം തിരിച്ചു വയ്ക്കോ. ഇനി ഈ മുഖം എന്റെ മുമ്പിൽ കൊണ്ടുവരരുത്. സാർ, കൊണ്ടുപോകാനല്ലേ പറഞ്ഞത്? വാ പ്രസാദ്. ഒരർത്ഥത്തിൽ അത് നന്നായി സുഭദ്രേ. ദേവൻ പറഞ്ഞ മാതിരി സുമിത്രയെ നേരി കാണുമ്പോൾ പ്രസാദിനൊരു മാറ്റം ഉണ്ടായാലോ? മാറ്റം ഉണ്ടാവുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്താ രമേശ? പ്രതീക്ഷ എനിക്കുണ്ട്. പക്ഷേ അവിടെ ഒരു സീനുണ്ടാവുമെന്നാണ് എൻ്റെ ഭയം. സീനുണ്ടാകാൻ അതൊന്നും ഉണ്ടാവില്ല. എല്ലാ തെറ്റിദ്ധാരണകളും നീങ്ങും. നീ നോക്കിക്കോ, ഒരു പുതിയ പ്രസാദാവും തിരിച്ചു വരിക. പ്രസാദേ, ഇറങ്ങാം. പതുക്കെ. കുറച്ച് വെയിറ്റ് ചെയ്യണേ. വാ.
പ്രസാദേ, മോനെ, സുമിത്ര നീ കണ്ടോ? അവളോട് സംസാരിച്ചോ? പ്രസാദേ. ഇല്ലമ്മേ, പ്രസാദിന് സുമിത്രയെ കാണാൻ കഴിഞ്ഞില്ല. അതെന്താ? കാണാൻ ശങ്കർജി സാർ സമ്മതിച്ചില്ല. എനിക്ക് അത്ഭുതമില്ല, ഞാനിത് പ്രതീക്ഷിച്ച. പ്രസാദിനെ ശങ്കരൻ കണ്ടില്ലേ? ഇവന്റെ ഈ അവസ്ഥ കണ്ടില്ലേ? കണ്ടു. പക്ഷേ സാറ് വിശ്വസിച്ചിട്ടില്ല. എല്ലാം പ്രസാദിന്റെ അഭിനയമാണെന്നാ സാറ് പറഞ്ഞത്. അഭിനയിക്കുകയാണെന്നോ? എന്റെ കുട്ടി അഭിനയിക്കുകയാണെന്നോ? ഈശ്വര, എങ്ങനെ പറയാൻ തോന്നി ആ മനുഷ്യന്? ശങ്കർജി സാറിന്റെ ഇതുവരെ കാണാത്തൊരു മുഖം ഞാനവിടെ കണ്ടത്. ധൃതി പിടിച്ച് പ്രസാദിനെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടിയിരുന്നില്ല. പ്രസാദിന്റെ മാറ്റം നമുക്കല്ലേ അറിയൂ. തെറ്റുകളുടെയും കുറ്റങ്ങളുടെയും ഒരു പട്ടിക തന്നെ അവന്റെ മേലുള്ളപ്പോ ശരിയാ, ഇതൊരു അഭിനയമാണെന്നേ പെട്ടെന്ന് ആർക്കും തോന്നും. ശങ്കർജി സാറിനും അങ്ങനെ തന്നെ തോന്നിയിരിക്കും. സാറിന്റെ മുമ്പിൽ ആ പഴയ പ്രസാദ് തന്നെ ഇപ്പോഴും ഭാര്യയെ നോവിച്ചവൻ, ഉപേക്ഷിച്ചവൻ. ഞാൻ ഉദ്ദേശിച്ചത്, ദേവൻ നല്ലതാണ് ഉദ്ദേശിച്ചത്, പക്ഷെ വിധിച്ചത് നേരെ വിപരീതവും. ഈശ്വര, ഞാൻ ഒരുപാട് മോഹിച്ചു. എന്നിട്ടും അമ്മേ. വരൂ ദേവ. ദേവൻ ഇരിക്കെ. ആരെയും പഴിക്കുന്നതിൽ അർത്ഥമില്ല. എല്ലാവരുടെ ഭാഗത്തും ന്യായങ്ങളുണ്ട്. ശങ്കരൻ്റെ ഭാഗത്തുനിന്നും നമ്മൾ ചിന്തിക്കണം. എല്ലാം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു മനുഷ്യൻ, അതിന് കാരണക്കാരനായ മരുമകനെ അയാൾ രണ്ടു കൈ നീട്ടി സ്വീകരിക്കുമോ? ശങ്കരനല്ല, ശങ്കരൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഏതൊരച്ഛനും ഇങ്ങനെ പെരുമാറൂ. പക്ഷേ അവൻ ശിക്ഷിക്കപ്പെട്ടില്ലേ ബാലമാമ? തെറ്റ് ചെയ്തെങ്കിൽ അതിനെതിലും അപ്പുറം ഒരു ശിക്ഷ വേണോ? അത് ശങ്കരൻ അറിഞ്ഞിട്ടില്ലല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം, അതേ ഇനി മാർഗമുള്ളൂ. ശങ്കർജി സാറിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണോ? വേറെ വഴിയില്ല രമേശ. വേറെ ആരുടെ വാക്കിനും അയാൾ ചെവി കൊടുക്കില്ല. എന്നെ അയാൾക്ക് മനസ്സിലാകും, എനിക്ക് അയാളെയും. പക്ഷേ അത് വേണോ ബാലമാമ? സൗഹൃദമാകാം, അടിമത്തം വേണോ? ഇതിലെവിടെയാ രമേശ അടിമത്തം? തെറ്റ് സമ്മതിച്ച് കീഴടങ്ങി അങ്ങോട്ട് ചെന്നില്ലേ പ്രസാദ്? എന്നിട്ട് സ്വന്തം ഭാര്യ ഒന്ന് കാണാനെങ്കിലും അവർ സമ്മതിച്ചില്ലല്ലോ. സ്വമേധയാ ചെന്നതല്ലല്ലോ പ്രസാദ്, ദേവൻ കൊണ്ടുപോയതല്ലേ. പക്ഷേ ദേവൻ വിസ്തരിച്ചില്ലേ പ്രസാദിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി? അത് വെറും അഭിനയമാണെന്ന് കണ്ണടച്ചു പറയാൻ ഒരു മനസ്സിന് തോന്നിയെങ്കിൽ അതിന് എത്ര മഹത്തായ മനസ്സാണെങ്കിലും അതിനോട് എനിക്കിപ്പോൾ അത്ര ബഹുമാനമൊന്നുമില്ല. അദ്ദേഹം ഏതൊരു അച്ഛനെയും പോലെ ഒരു അച്ഛൻ തന്നെ ആയിരിക്കാം, പക്ഷെ ഒരു കവി കൂടിയാണ്. കവി എന്ന് വെച്ച ഒരു പ്രതിമയല്ല. അത് ശങ്കർജി സാർ മറന്നു. രമേശ് ചേട്ടൻ പറയുന്നത് ശരിയാണ് ബാലമാമ. ഞാൻ പറഞ്ഞ ഒരു വാക്കുപോലും ശങ്കർജി സാർ മുഖവിലേക്ക് എടുത്തില്ല. ആർക്ക് പറയാൻ പറ്റും ഇത് അഭിനയമാണെന്ന്? അല്ലെങ്കിൽ ഈ അഭിനയം കൊണ്ട് ആർക്ക് എന്ത് നേട്ടം? ശങ്കർജി സാറിന്റെ മുമ്പിൽ ഇപ്പോ സ്വന്തം പെൺമക്കളുടെ ദുരന്തം മാത്രമേ ഉള്ളൂ. ആ ഷോക്കിലാണ് അദ്ദേഹം. അതിനിടയിൽ മറ്റെന്ത് എന്ന് പറഞ്ഞിട്ടും ഒരു പ്രയോജനവും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിപ്പോ പ്രധാനം എന്റെ അനിയനാ. പിന്നെ അവനെ കാണാൻ താല്പര്യമില്ലാത്തവരെ നമ്മളും ചെന്ന് കാണേണ്ട കാര്യമില്ല. നമ്മൾ ചെറിയ മനുഷ്യരായിരിക്കാം, പക്ഷെ ആ ചെറുപ്പത്തിലും ഇല്ല ബാലമാമ ഒരു വലിപ്പം. വേണ്ട ബാലമാമ, നമ്മുടെ പ്രസാദിന് കൽപ്പിച്ച ഭ്രഷ്ട് നമുക്കും ഭ്രഷ്ടാണ്. എന്നെങ്കിലും ഒരു ദിവസം ശങ്കർ സാർ സത്യം മനസ്സിലാക്കുമല്ലോ. അതുവരെ എല്ലാം ഇങ്ങനെ തന്നെ പോട്ടെ. രമേശന്റെ ഭാഗത്താ ഞാനും ബാലേട്ട. ആരുടെ മുമ്പിലും ബാലേട്ടൻ ചെറുതാവരുത്. ആരുടെയും കാല് പിടിച്ച് ഒന്നും സമ്മതിപ്പിക്കരുത്. എല്ലാം വിധി പോലെ വരട്ടെ.
എടാ വിശാലേ, ആഹാ, മണിയണ്ണനാ? ഓർമ്മയുണ്ടോ ഈ പാവത്തെ? അതല്ല ഇപ്പോഴത്തെ വിഷയം. നീ ഈ പത്രം കണ്ടോ? എടാ ആ പെങ്കൊച്ചിനെ കാണാനില്ലെന്ന്. ഏത് പെൺകൊച്ചിനെ? നീ ഇങ്ങോട്ട് നോക്ക്, ഇതാ യമുനയല്ലേ? ഇതാ കുട്ടി തന്നെ അല്ലേ? ഓ തന്നെ. ഇവളെ കാണാതായിട്ട് കുറെ ദിവസം ആയല്ലോ. പിന്നെന്താ പത്രത്തിൽ ന്യൂസ് വരാൻ ഇത്ര ലേറ്റ് ആയത്? ആ അപ്പൊ യമുന മിസ്സിംഗ് ആയ കാര്യം നീ നേരത്തെ അറിഞ്ഞിരുന്നു. ഞാനല്ലേ ആദ്യം അറിഞ്ഞത്. അതിന്റെ അർത്ഥം നിന്റെ അറിവോട് കൂടിയാണ് ആ കുട്ടി സ്ഥലം വിട്ടതെന്ന് അല്ലേ? സത്യം പറടാ, അവൾ അങ്ങോട്ടാ പോയത്? ആരുടെ കൂടെയാ പോയെ? എനിക്കെങ്ങനെ അറിയാനാണ്? അവളുമായിട്ട് എനിക്കിപ്പോ ഒരു കോണ്ടാക്റ്റും ഇല്ലല്ലോ. അണ്ണനെ അറിഞ്ഞൂടെ? പിന്നെ നീ എങ്ങനെ അറിഞ്ഞ അവൾ സ്ഥലം വിട്ടെന്ന്? വിശാലെ, മുഖത്ത് നോക്കി കള്ളം പറയല്ലേ. നിനക്കിതിൽ കൈയുണ്ട് ഇല്ലേ? ഇല്ലേന്ന് ചോദിച്ചാ, അതും മണിയണ്ണനെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ ചോദിച്ചാ എനിക്ക് സത്യം പറയേണ്ടി വരും.